Watch full episodes on Jio Hotstar. ഇവരാരെങ്കിലും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളായി മാറാൻ ചാൻസ് ഉണ്ടോ? സാറേ, ഇത്ര പേരെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്താൽ അത് കഴിയാൻ തന്നെ വൈകുന്നേരമാകും സാർ. നിങ്ങൾ ഈ സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റി എന്നെ തന്നെ ഏൽപ്പിച്ചാൽ മതി സാർ. ഒരു ചായ പോലും മര്യാദയ്ക്ക് നിനക്ക് ഇട്ടോണ്ട് വരാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി നീ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നേ? പറ്റില്ല. നമ്മുടെ സ്കൂളിലേക്ക് ടാലന്റഡ് ആയ ഒരു ടെമ്പററി പ്രിൻസിപ്പൽ അത്യാവശ്യമാണ്. Good morning, Mr. Padwardhan. I am Mr. VD. ചേടാ സാറേ, ഇതെന്ത് പേരാണ് സാറേ? ഇത്ര ചെറിയ പേരുള്ള ഒരാള് എങ്ങനെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആകാൻ പറ്റും സാർ? VD for Vasundhar Dasu. I mean Dasu. ഇതാണ് എന്റെ അത് അത്യാവശ്യമാ. ക്വാളിഫിക്കേഷൻ Yes sir. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയോ? ഹലോ മിസ്റ്റർ വീഡി, ഐ ആം ഇംപ്രസ്ഡ്. പിന്നെ നിങ്ങളുടെ ഈ വോയിസ് ഞാൻ മുമ്പ് എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. കണ്ടുപിടിച്ചോ? ഇല്ല, അങ്ങനെ വരില്ല. അതിന് ചാൻസേ ഇല്ല. ഞാൻ ഇത്രയും ദിവസം ലണ്ടനിലായിരുന്നു, ഇന്നാണ് ഇവിടെ എത്തിയത്. ഐ കെയിം ഫോർ ദ ഇന്റർവ്യൂ ആൻഡ് സോ ഞാൻ ഈ സ്കൂളിൽ എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത്? ഉടനെ തന്നെ. കിട്ടിപ്പോയി ഗോൾഡൻ ഹിൽ സ്കൂളിന്റെ ടെമ്പററി പ്രിൻസിപ്പലിനെ. വെൽക്കം മിസ്റ്റർ വീഡി. പപ്പി, ബാക്കിയുള്ള എല്ലാ ഇന്റർവ്യൂസും ക്യാൻസൽ ചെയ്തേക്ക്. പിന്നെ ഇദ്ദേഹത്തെ നമ്മുടെ സ്കൂൾ മൊത്തം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഞാനിപ്പോ തന്നെ ഒരു ടൂറിന് പോവുകയാണ്. സാർ, നിങ്ങൾ എന്നെ ടെൻഷൻ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പോവാണല്ലേ സാർ? എന്റെ പ്ലാൻ വർക്ക്ഔട്ടായി. ആ പട്ടുവർദ്ധനെ ഇംപ്രസ് ചെയ്ത് ഞാൻ അങ്ങനെ സ്കൂളിന്റെ പ്രിൻസിപ്പലായി. ഇപ്പൊ എനിക്ക് ആ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് മാത്രം കിട്ടിയാൽ മതി. പിന്നെ ഈ സ്ഥലത്ത് ഞാൻ വാസുവിന്റെ ദാസുമാൾ കെട്ടിപ്പൊക്കും. ഏത് മോള്? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഹാൾ. ഈ സ്കൂളിന്റെ ഹാൾ, ക്ലാസ് റൂംസ്, ഹോസ്റ്റൽ, ഇതൊക്കെ എവിടെയാ ഉള്ളത്? അതെല്ലാം എന്നെ ഒന്ന് കാണിക്കേ. വരൂ. അതെ, ഇപ്പൊ തന്നെ കാണിച്ചേക്കാം സാറേ. ഷെടാ, ഇത് എവിടെ പോയി? ഒരു പക്ഷെ ഇവിടെയായിരിക്കും. ഷെടാ, ഇവിടെയും ഇല്ലല്ലോ. ഇവിടെയും കാണുന്നില്ല. ഒന്ന് വേഗമാട്ടെ ഗോപു, ഹരിയം. ക്ലാസ്സിലേക്ക് എത്താൻ ലേറ്റ് ആവുന്നു. ഗോപു, നീ എന്താ ഈ തേടുന്നേ? എന്റെ റൈറ്റ് ഷൂ കാണുന്നില്ലടാ. ലക്ഷ്മൺ, ഇന്നലെ ഞാൻ എന്റെ ബെഡിന്റെ ലെഫ്റ്റ് സൈഡിലാ വെച്ചിരുന്നത്. ഷെടാ, അത് എവിടെ പോയി തൊലഞ്ഞു? എടാ, നിന്റെ ഷൂസ് ഇവിടെ ഉണ്ടടാ. എടാ, 1+1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇതിന്റെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല. വളരെ മോശം. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ മര്യാദക്ക് എന്റെ ഷൂസ് എനിക്ക് തിരിച്ചു തന്നേക്ക്. ഷൂസ് വേണമെങ്കിൽ സ്കൂളിലേക്ക് വന്ന് വാങ്ങിച്ചോ. എടാ, എന്റെ ഷൂ ആണ് സത്യം. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. എടാ കള്ളം മാധവ, ഒരിക്കലും വെറുതെ വിടില്ല. ഗോപു, നിന്റെ ബാഗ്. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഷൂസ് കൂടി നീ തന്നെ വെച്ചോ. ഇനി ഇതെനിക്ക് എന്തിനാ? കൊണ്ടുപോയി തിന്നടാ. ഇതെന്ത് പറ്റി സാറേ? ഈ കുട്ടിച്ചാത്തന്മാര് ഷൂസ് വലിച്ചെറിഞ്ഞ് നമ്മുടെ പുതിയ പ്രിൻസിപ്പലിന്റെ മീശ തട്ടി തെറിപ്പിച്ചല്ലോ. സാറേ, എന്താ പിടിച്ചോളൂ നിങ്ങളുടെ മീശ. ഐ എം സോറി സാർ. സ്കൂളിനകത്ത് ചട്ടമ്പിത്തരം കാണിക്കുന്നു. ഇനി നിങ്ങളെ ആരെങ്കിലും ഞാൻ ഇവിടെ കണ്ടാലുണ്ടല്ലോ, എല്ലാത്തിന്റെ പേര് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളയും. മനസ്സിലായോ? പേര് കട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിനർത്ഥം സാറേ? അതിന്റെ അർത്ഥം അവരെ സ്കൂളിൽ നിന്നും അടിച്ചു പുറത്താക്കുമെന്ന്. സാറേ, റെസ്റ്റിഗേറ്റ് ആണോ ഉദ്ദേശിച്ചത്? അത് തന്നെയാ. എല്ലാത്തിനും ടീസിൽ നിന്ന് പറഞ്ഞു വിടുവെന്ന്. അത് തന്നെയാ. എല്ലാത്തിനും സീറ്റ് കഴിച്ചു കൊടുക്ക. ഈ വാക്ക് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും കൊല്ലം കാത്തിരുന്നത്. ചേടാ, നമ്മള് കുടുങ്ങിന്നാലാ തോന്നുന്നേ. നമ്മളെ ഈ സ്കൂളിൽ നിന്ന് അടിച്ചു പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. കണ്ടോടാ ഗോപു, നിങ്ങൾ കാരണം ഞങ്ങൾ എല്ലാവരും സ്കൂളിൽ നിന്ന് അടിച്ചു പുറത്താക്കും. എല്ലാത്തിനും കാരണം നീ ഒരുത്തനാണ്. എല്ലാറ്റിനും കാരണം നീ ഒരുത്തനാ. നീയാണ് എന്റെ ഷൂ അടിച്ചു മാറ്റിയത്. നീ കാരണം നമ്മളിപ്പോ റെസ്റ്റിഗേറ്റ് ആവാൻ പോകുന്നത്. എന്തിനാ നീ എന്റെ ഷൂ എടുത്തേ? ഗൈസ്, റിലാക്സ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? പുതിയ പ്രിൻസിപ്പലിന്റെ താടി മീശൻ താഴെ വീണത്. എന്ത് അവന്റെ വോയിസ് ഇതിനു മുമ്പ് എവിടെ കേട്ട പോലെ ഉണ്ടെന്നോ?
എന്ന് വെച്ചാ നെറ്റിയിൽ നമ്മൾ വയ്ക്കും ചന്ദനപ്പൊട്ട്, ഭിത്തിയിൽ കാണും പല്ലി, അതുപോലെ പുതിയ പ്രിൻസിപ്പളിന്റെ താടിയും മുടിയും ഡെമ്മിയാണെന്നാണോ? യെസ് യെസ് അത് തന്നെ, ഡെമ്മി മീശ വെച്ച ഡെമ്മി പ്രിൻസിപ്പൽ. പക്ഷേ ഈ ഡമ്മി പ്രിൻസിപ്പൽ ആരായിരിക്കും? ഡ്യൂപ്ലിക്കേറ്റ് ആരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. വേഗം വാ. ശരി, ഓക്കെ, ഒരു തരത്തിൽ അങ്ങനെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്റെ കള്ളത്തരം മൊത്തം പൊളിഞ്ഞേനെ. ഞാൻ ആരാണെന്ന് എല്ലാരും അറിഞ്ഞേനെ. ആ പ്രോപ്പർട്ടിയുടെ പേപ്പേഴ്സ് എത്രയും വേഗം കണ്ടെത്തിയ മതിയാകൂ. എന്തെങ്കിലും വേണോ സാർ? അല്ല, അത് പിന്നെ എനിക്ക് ഒന്നും വേണ്ട. അല്ല, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ഒരു ഗ്ലാസ് വെള്ളം പെട്ടെന്ന് എന്ന് വെള്ളം എടുത്തോണ്ട് വരൂ. വെള്ളം മാത്രം എന്തിനാ സാർ? ഇതാ പിടിച്ചോളൂ. ഇതാ ചായ, ഇത് കോഫി, ഇതാ കോൾഡ് കോഫി, ഇതാ ഓറഞ്ച് ജ്യൂസ്, ഇത് സാൻഡ്വിച്ച്. ഡോണ്ട് വറി സാർ, നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് ഡബിൾ ആയിട്ട് തന്നെ കിട്ടും സാർ. പിള്ളേരെ എങ്ങനെയെങ്കിലും റെസ്റ്റിഗേറ്റ് ചെയ്യണം സാർ. ഡമ്മി മീശയും താടിയുമോ? എവിടെയാണ് ആ സ്കൂളിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് ഇരിക്കുന്നത്? എന്തെങ്കിലും വേണോ സാർ? ഇല്ല, ഒന്നും വേണ്ട. ഞാനേ ഇങ്ങനെ എക്സർസൈസ് ചെയ്യായിരുന്നു. ഗുഡ് ഐഡിയ സാർ. ഞാൻ നിങ്ങൾക്ക് മസാജ് ചെയ്ത് തന്നേക്കാം സാർ. അപ്പൊ അത് വിങ്കാണോ? ആ ഫയൽ ഇത് എവിടെയാ പോയിരിക്കുന്നത്? എന്റെ ശ്രമം മൊത്തം പാഴാകുന്ന ലക്ഷണമുണ്ട്. എന്തെങ്കിലും വേണോ സാർ? വേണ്ട. ദാ പിടിച്ചോളൂ സാർ. നിങ്ങൾ ഇത്ര നേരം തെരഞ്ഞത് ഇതല്ലേ? ആ ഫയൽ തേടി എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ലക്ഷണമുണ്ട്. ഈ ഫാൻ ആണെങ്കിൽ ഒട്ട് ശരിക്കും വർക്ക് ചെയ്യുന്നുമില്ല. ഞാൻ എവിടെ ചെന്നാലും പപ്പിയനെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർട്ടിയുടെ പേപ്പർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നിന്ന് മര്യാദയ്ക്കൊന്ന് ശ്വാസം വിടട്ടെ. വേറെന്തെങ്കിലും വേണോ സാറേ? നിങ്ങളുടെ ആറ്റം ബോംബ് കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നു സാറേ. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ആ ഡമ്മി പ്രിൻസിപ്പലിന്റെ പ്രൂഫ് തേടി വന്നതാ. ഞാനും അതിന് തന്നെ വന്നത്. ഇതിന്റെ അടിയിലുണ്ടോ? എടാ മരമണ്ട, ആ വാസുദാസുന്റെ ബ്രീഫ് കേസ് കിട്ടിക്കഴിഞ്ഞു. ഫയലുകളാ, പേപ്പറുകളാ, ടയറുകളാ, പിന്നെ ഇത് വലിച്ച് മാപ്പോ. ഇത് ഏത് തരം മാപ്പാ? വാസുദാസു മാൾ. ഈ പപ്പിയാണെങ്കിൽ എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ടോയ്ലറ്റ് പേപ്പറും. ചേടാ, പ്രൂഫ് തേടി കണ്ടെത്താൻ യുവമാനെന്തിനാ എത്ര സമയം എടുക്കുന്നത്? ഈ ചെക്കന്മാരും. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഇവിടെ എന്തെടുക്കാണ്? അത് പിന്നെ സാറേ, അത് ആക്ച്വലി ഞങ്ങൾ സാറിനോട് ആ ഷൂ വലിച്ചെറിഞ്ഞതിന് സാറിനോട് സോറി പറഞ്ഞേക്കാന്ന് കരുതി. വി ആർ വെരി സോറി സാർ. സാർ, പൊതുവെ നമ്മൾ പറയാറില്ലേ ട്രക്കിന് ലോറി എന്ന്, അതുപോലെ ഞങ്ങൾ തുടർച്ചയായി വായിക്കാറുണ്ട് സ്റ്റോറി. സാർ, വി ആർ വെരി വെരി സോറി. എന്താ നീ എന്താ സോറി പറയില്ലേ? നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പ്രാവശ്യം കൂടി പറയൂ. ആ, ഇനി പറ. ഐ ആം സോറി. ഓ, വേണ്ട. ഐ ആം സോറി മോനെ. നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഇതാ വന്നോണ്ടിരിക്കുക സാർ. അത് പിന്നെ ആ ചെക്കന്മാര് അല്ല, ഞാൻ ജോഗിങ് ചെയ്യായിരുന്നു. ജോഗിങ്, മനസ്സിലായില്ലേ? ജോഗിങ്. അതെ സാർ, വരൂ സാറേ, ജോഗിംഗ് ട്രാക്കിലേക്ക് പോവാം. ഞാനും ഇപ്പൊ വേണ്ട. നീ ആദ്യം ചെന്ന് ജോഗിംഗ് ട്രാക്ക് മൊത്തം ക്ലീൻ ചെയ്യേ. ഞാൻ നാളെ ഏർലി മോർണിംഗ് ജോഗിംഗ് ചെയ്തോളാം. ജോഗിംഗ് ട്രാക്കിനെ വാച്ച് ചെയ്യാനോ? അതെ, നോ എക്സ്ക്യൂസസ്. ഞാനിപ്പോ ഉറങ്ങാൻ പോവുകയാണ്. നീ രാത്രി മൊത്തം ആ ട്രാക്കെല്ലാം വാഷ് ചെയ്യ്. അല്ലെങ്കിൽ നാളെ രാവിലെ നിന്നെ ഞാൻ വാഷ് ചെയ്യും. പറഞ്ഞേക്കാം.
ഇന്ന് രാത്രി തന്നെ ഞാൻ ആ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റും, എന്നിട്ട് എസ്കേപ്പ് ആകും. നാളെ ഈ സ്കൂൾ ഇടിച്ചു നിരത്തിയതിനു ശേഷം ഞാൻ കെട്ടിപ്പൊക്കും വാസുവിന്റെ ഡാസു മോൾ. കുട്ടികളെല്ലാവരും ഉറങ്ങിയെന്നാ തോന്നുന്നേ. ഇനി പപ്പിയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ആ ഫയൽ കണ്ടുപിടിച്ച മതിയാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ സാറേ? ഇല്ല ഇല്ല, ഒന്നുമില്ല. അല്ല, കുട്ടികൾ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? രാത്രി സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലെന്ന് അറിയില്ലേ? പിന്നെന്തിനു വന്നു? ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളെല്ലാം റെസ്റ്റിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. റെസ്റ്റിക്കേറ്റ് ഒക്കെ ശരിക്കുള്ള പ്രിൻസിപ്പലിനെ ചെയ്യാൻ പറ്റുള്ളൂ സാറേ. നിങ്ങൾ ഡെമി പ്രിൻസിപ്പലാണ്. വാസു ഡാസു, നിന്റെ ആ നാശം പിടിച്ച മോളുണ്ടല്ലോ, അത് നീ ഒരിക്കലും ഇവിടെ കെട്ടിപ്പൊക്കില്ല. എന്റെ ഡാസുമാളിന്റെ മാപ്പിംഗ് തിരിച്ചു തന്നേക്കൂ. നിനക്ക് നിന്റെ മോള് വേണോ? ഞാൻ നിന്റെ മോളിനെ ഒരു ബോളാക്കി ഇപ്പൊ തന്നെ തരാടാ. ഇന്നാ പിടിച്ചോടാ ലക്ഷ്മണ. ആ പേപ്പർ തിരിച്ചു തന്നേക്കൂ. അതെങ്ങോട്ടാണ് വലിച്ചെറിഞ്ഞേ? അത് എന്റെ പേപ്പർ, അതിങ്ങ് തന്നേക്ക്. തിരിച്ചു താ, അത് എന്റെ പേപ്പറാണ്. എടാ എടാ, അവിടെ നിക്കണം. എനിക്ക് എന്റെ പേപ്പേഴ്സ് എല്ലാം തിരിച്ചു തരാനാ പറഞ്ഞത്. നിക്കണം, അവിടെ നിൽക്കാൻ. ചേട്ടാ, ഞാനിത് എന്താ കാണുന്നേ? ഇവന്മാര് വീണ്ടും കുലുമാലും ഒപ്പിച്ചോ? എല്ലാരും കൂടി നമ്മുടെ പ്രിൻസിപ്പലിനെ വെറുതെ ശല്യപ്പെടുത്തുക അല്ലേ? സാർ, ഇവന്മാരെ റെസ്റ്റിഗേറ്റ് ചെയ്തേക്കണം സാറേ. എടാ മരമണ്ട പപ്പി, ഇത് ഒറിജിനൽ പ്രിൻസിപ്പൾ അല്ല, ഇത് വെറും ഡമ്മി പ്രിൻസിപ്പളാ. ഇയാളുണ്ടല്ലോ ഗോപാൽ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ് എറിയാണ് നിനക്ക് ഞാൻ. മര്യാദക്ക് പേപ്പർ തിരിച്ചു തന്നു. മറ്റുള്ളത് എനിക്ക് അറിയില്ല. എന്റെ നേർക്ക് വിരൽ ചൂണ്ടിയാൽ ഞാനത് വെറുതെ വിടില്ല. വാസുവിന്റെ ഡാസു മോളോ? നമ്മുടെ സ്കൂൾ അടിച്ച് മാറ്റിട്ട് മോള് കെട്ടാൻ പോകുന്നെന്നോ? സ്കൂൾ ഇടിച്ച് തകർത്തിട്ട് ഇവിടെ മാള് പണിയാൻ വന്നിരിക്കുക വാസു. നീങ്ങളുടെ ഇവരെ സപ്പോർട്ട് ചെയ്യായിരുന്നോ പപ്പി? എനിക്കറിയില്ല. പക്ഷേ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇയാളെ ഞാൻ വിടാതെ ഫോളോ ചെയ്തത്. നീ പറഞ്ഞതുപോലെ ഇപ്പൊ ജോഗിംഗ് ട്രാക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞടാ. ഇപ്പൊ ഇവിടെ എല്ലാം ചപ്പും ചവറും ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞേക്കടാ. നിക്കടാ അവിടെ, നിന്നെ ഞാൻ വിടില്ലടാ. കൺഗ്രാറ്റ്സ് ഗോപു, നീ നമ്മുടെ സ്കൂളിനെ രക്ഷിച്ചിരിക്കുകയാണ്. യു ആർ ദി ബെസ്റ്റ്. ബ്ലൂ പ്രിന്റ് തേടി കണ്ടുപിടിച്ചതേ നമ്മുടെ മാധവനാ അല്ലേ? എന്റെ ഷൂ കാരണം അയാളുടെ മീശ താഴെ വീണത്. എന്റെ ലെഫ്റ്റ് ഷൂ, അത് ഞാൻ കാരണം. നിനക്കൊരു ക്രെഡിറ്റും ഇല്ല. ഞാനല്ലടാ നിന്റെ റൈറ്റ് ഷൂ എടുത്ത് മാറ്റിയത്, മറന്നു പോയടാ. Watch India's largest kids library only on Jio Hotstar. Download the app now.